അങ്ങാടിപ്പുറത്തെ പൂരാണ്. 10ാം പൂരത്തിനാണ് കേട്ടോ ഞാനും നീവിയും കൂടെ മേമേന്റെ വീട്ടിലെത്തുന്നത്. അപ്പൊ പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ്. മാമന്റെ ഫാമിലിയുടെ കൂടെ കേട്ടോ പോകുന്നത്. 2 പാടം കടന്നിട്ട് വേണം വെടിക്കെട്ട് നടത്തുന്ന പാടത്തെത്താൻ കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ വെടിക്കെട്ടൊക്കെ തുടങ്ങി. കറക്റ്റ് വെടിക്കെട്ട് നടത്തുന്ന പാടത്തെത്തിയപ്പോഴത്തേനും വെടിക്കെട്ടെല്ലാം തീർന്ന ആൾക്കാർ ഇങ്ങോട്ട് വരൽ തുടങ്ങിട്ടോ. പിന്നെ എന്തായാലും ഓടിക്കഴിച്ച് ഇങ്ങോട്ട് വന്നതല്ല, എന്നാ ഇനി പൂരം നടക്കുന്ന ആ പാടൊക്കെ ഒന്ന് തെണ്ടി തിരിയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ആ പാടത്തോട്ട് വന്നു. കുറെ നേരം ചുറ്റി നടക്കുന്നതൊക്കെ കണ്ടു. പിന്നെ എല്ലാവരുടെയും നോട്ടം ഐസ്ക്രീമിലോട്ട് പോയിട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. 10ാം പൂരത്തിന്റെ അന്ന് പാടമൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ മാമൻ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ചോക്കോബാറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. പിന്നെ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കായിരുന്നു. ചോക്കോബാർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പൂരപ്പറമ്പൊന്ന് തെണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. മാമനുമായി വരുന്നില്ല, അവരവിടെ ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഓരോ കടകളിലായിട്ട് കയറി. ആദ്യം പാനിപ്പൂരി വാങ്ങിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, അങ്ങനെ അധികം ആർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒരു വലിയ വികാരമൊന്നും ഇല്ലാത്തൊരു പാനിപ്പൂരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു. എന്നാൽ ചൂടും ഉണ്ടായിരുന്നില്ല, അതും ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ മുളക് ബജിയും കായ ബജിയും വാങ്ങിച്ചു. അത് ഓക്കെ. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നു. എന്നിട്ട് അവിടുന്ന് 2 കുലുക്കി സർബത്ത് വാങ്ങിച്ചു. ഒന്ന് പാഷൻ ഫ്രൂട്ടിന്റെ ഒന്ന് ബൂസ്റ്റിന്റെ. പാഷൻ ഫ്രൂട്ടിന്റെ കുലുക്കി സർബത്ത് കൊള്ളായിരുന്നു, പക്ഷെ ബൂസ്റ്റ് ഒട്ടും രസം ഉണ്ടായിരുന്നില്ല. ബൂസ്റ്റ് കലക്കി സർബത്ത് പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിന്റെ താഴോട്ട് പോയി. അവിടെ നിന്ന് എത്തിയപ്പോൾ പിന്നെ ഓരോ കടകൾ കണ്ടിട്ട് നീവി അത് ഇത് എന്നൊക്കെ പറയാൻ തുടങ്ങി. ലാസ്റ്റ് ഒരു സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു. കൂടുതൽ ഇനി അവിടെ നിന്നാൽ അക്കൗണ്ട് കാലിയൊന്നും നമ്മൾ പോലും അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോയി.